ഹായ് ഹലോ, നമ്മുടെ സ്വന്തം ഇന്ത്യൻ കോഫി ഹൗസിലുള്ള റെഡ് മസാല ദോശേൻ്റെ റെസിപ്പി എങ്ങനെയാണെന്നാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിനാദ്യം ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതിന് വേണ്ടിയിട്ട് ഒരു പൊട്ടറ്റോ, ഒരു ക്യാരറ്റ്, ഹാഫ് ബീറ്റ്റൂട്ട്, ഹാഫ് ഒണിയൻ, ഒരു പച്ചമുളക് നിങ്ങൾക്ക് ആവശ്യത്തിന് മാറ്റാം കേട്ടോ. എരിവിനനുസരിച്ചിട്ട് ഒന്നോ രണ്ടോ യൂസ് ചെയ്യാവുന്നതാണ്. ഇതിപ്പോൾ നമ്മൾ കുറച്ച് ദോശയ്ക്ക് വേണ്ടി ആയതുകൊണ്ടാണ് ഇത്ര കുറച്ച് ഇൻഗ്രീഡിയൻസ് എടുത്തിട്ടുള്ളത്. അതെല്ലാം ഒന്ന് ക്ലീൻ ആക്കിയിട്ട് ഞങ്ങൾ ഹാഫാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം നമുക്കതൊന്ന് പെട്ടെന്ന് വിസിൽ വന്ന് വെന്ത് കിട്ടാനായിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തിട്ട് നമുക്കൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ആദ്യം ഞങ്ങളിവിടെ പൊട്ടറ്റോ ആണ് ഇട്ട് കൊടുക്കുന്നത്. പൊട്ടറ്റോയ്ക്ക് ശേഷം ക്യാരറ്റ് ചെറിയ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ബീറ്റ്റൂട്ടാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ബീറ്റ്റൂട്ടിന് കുറച്ച് വേവ് കൂടുതലുള്ളതുകൊണ്ട് നമുക്കൊന്നുകൂടെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം പൊടികളിടാം. ആദ്യം മഞ്ഞൾപ്പൊടിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂൺ മാത്രം ഇട്ടാൽ മതി കേട്ടോ. അതിനുശേഷം നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ടിട്ട് ഒരു 1/2 to 1/4 ഗ്ലാസ് വെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. അത് വേവാനായിട്ടുള്ള വെള്ളം നോക്കിയിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. എപ്പോഴും മസാല കുറച്ചൊരു ക്രീമി ടെക്സ്ചറിൽ കിട്ടുന്നതാണ് നല്ലത്. അതനുസരിച്ചിട്ടുള്ള വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കണം. അതിനുശേഷം ഒരു 3 വിസിൽ വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ. അതിൻ്റെ വിസിൽ പോകുമ്പോഴേക്കും നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസും കൂടെ എടുത്ത് വയ്ക്കാം. അതിനായിട്ട് വേറൊരു പാൻ എടുത്തിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിച്ചെടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോഴത്തേക്കും നമുക്കൊരു ഹാഫ് സവാള, നമ്മൾ നേരത്തെ നന്നാക്കി വെച്ചിട്ടുള്ള സവാള ചെറിയ സ്ലൈസായിട്ട് കട്ട് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നോർമൽ നമ്മൾ കറികൾക്കൊക്കെ വാട്ടുന്ന പോലെ നല്ലോണം വാടേണ്ട ആവശ്യമില്ല. ഇതൊന്ന് ജസ്റ്റ് സോഫ്റ്റായിട്ട് കിട്ടിയാൽ മതി കേട്ടോ. പിന്നെ നേരത്തെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു പച്ചമുളക്, ഇത് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതാണ്. നോർമൽ കറികളിലേക്ക് നമ്മൾ വാട്ടുന്ന പോലെ നന്നായിട്ട് വാടി വരേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് സോഫ്റ്റായി വരുമ്പോഴേക്കും നമുക്കതിലേക്ക് ഒരു ഹാഫ് ടീസ്പൂൺ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. മുളക് പൊടീൻ്റെ പച്ചമണം പോകുമ്പോഴേക്കും നമ്മൾ നേരത്തെ വിസിലടിച്ച് വെച്ചിട്ടുള്ള പൊട്ടറ്റോ, ക്യാരറ്റ്, ബീറ്റ്റൂട്ട് എല്ലാം കൂടെ ഒന്ന് സ്മാഷ് ചെയ്തിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്യണം. ഈ മിക്സിങ്ങിലും ഒരു ടേസ്റ്റ് ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണേ. നമ്മൾ നേരത്തെ സവാളയും ഈ മിക്സും കൂടെ നന്നായിട്ടൊന്ന് കുഴഞ്ഞ് നല്ല മിക്സായിട്ട് കിട്ടണം. അതുപോലെ തന്നെ മസാല ദോശ ഉണ്ടാക്കുന്ന സമയത്ത് ഇതിൻ്റെ ഈ ഗ്രേവി കുറച്ച് ക്രീമി ആയിരിക്കുന്നതാണ് നല്ലത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പോൾ ആവശ്യത്തിന് വെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്, അത് ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ ഗ്രേവി ഓക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ദോശ ചൂടാം. നല്ല ചൂടായ പാനിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ദോശ ബാറ്റർ നന്നായിട്ട് പരത്തി കൊടുക്കണേ. കുറച്ച് തിന്നായിട്ട് പരത്തുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് കുറച്ചുകൂടെ കൂടും കേട്ടോ. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടേ. ഇതൊന്ന് നമുക്ക് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. ജസ്റ്റ് ഒന്ന് വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് കുറച്ച് നെയ്യ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. മസാല ദോശയ്ക്ക് ഈ ഒരു ഗീൻ്റെ ടേസ്റ്റ് വരുന്ന സമയത്ത് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ ആയിരിക്കും കേട്ടോ. അതൊന്ന് ജസ്റ്റ് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള മസാല ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. മസാല ആഡ് ചെയ്തതിന് ശേഷം അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഇതെങ്ങനെ മടക്കണം എന്നുള്ളത് ഓരോരുത്തർ ഓരോരോ സ്റ്റൈലിലാണ് മടക്കുന്നത്. ചിലർ ത്രികോണത്തിൽ മടക്കാറുണ്ട്, ചിലർ റൗണ്ടാക്കിയിട്ട് മടക്കാറുണ്ട്, ജസ്റ്റ് ഫോൾഡ് ചെയ്യാനും പറ്റും. ഇവിടെ നമ്മൾ ജസ്റ്റ് ഒന്ന് മടക്കുന്നേ മാത്രമേ ഉള്ളൂ കേട്ടോ. നമുക്ക് ഇങ്ങനെയാണ് ഇഷ്ടം, അത് ഓരോരുത്തരുടെ ഇഷ്ടം മാത്രമാണ്. ജസ്റ്റ് ഒന്ന് മടക്കിയതിന് ശേഷം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. മസാല 2 സൈഡിലേക്ക് ഒന്ന് സ്പ്രെഡ് ആവാൻ വേണ്ടിയിട്ട്. പിന്നെ അധികം നേരം ചട്ടിയിൽ വെക്കേണ്ട, നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം കേട്ടോ. ഇവിടെ ഞങ്ങൾ 4 മസാല ദോശയാണ് ഉണ്ടാക്കിയെടുത്തത്. ഈ ഒരു മസാല വെച്ചിട്ട് നമുക്ക് 4 or 5 മസാല ദോശ വരെ ഉണ്ടാക്കിയെടുക്കാം. ഈ ഒരു ചാനലും ഈ ഒരു വീഡിയോയും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. എൻ്റെ കൂടെ തന്നെ സപ്പോർട്ട് ചെയ്ത് നിൽക്കണേ.